വെൽക്കം ടു എസ് ആൻഡ് എസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ ജിഞ്ചർ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ജിഞ്ചർ കറിയാണെങ്കിൽ സദ്യയൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ അതിന് വയ്ക്കുന്ന ഏറ്റവും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് ഇത്. അതിനോട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് കാണാം. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇഞ്ചി 1/4 കിലോ, 1 കപ്പ് ചുവന്ന ഉള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ശകലം ഉലുവ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളിയെടുത്ത് അത് പിഴിഞ്ഞ് ഉപ്പും ചേർത്ത് വച്ചിരിക്കുന്നു. താളിക്കുന്നതിനായി വറ്റൽമുളക്, ചുവന്ന ഉള്ളി, കറിവേപ്പില. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ നിറത്തിൽ വരുന്നവരെ വറുത്ത് കൊടുക്കുക. കുറച്ച് ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് വഴറ്റുക. വഴന്നു വന്നിട്ടുണ്ട്. ഇനി ആറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് അരയ്ക്കാം. ഞാൻ ഇതിനെ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മസാലകളായ ഉലുവ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അരച്ചെടുക്കണം. വെച്ചിട്ടുണ്ട്. അടുത്തത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിനെ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വറ്റൽമുളക്, ചുവന്ന ഉള്ളി ഇട്ട് വഴറ്റുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ ഇനി അടുത്തത് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കും. കുറച്ച് തിളയ്ക്കാൻ വയ്ക്കണം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനെ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.